Hello everyone, welcome to Business Food Cart. ഇന്ന് നമുക്ക് ചോക്ലേറ്റ് സാൻഡ്വിച്ച് ഉണ്ടാക്കാം. അതിനു വേണ്ടി നമുക്ക് ഡാർക്ക് കോമ്പൗണ്ട് വേണം. ഇത് നമുക്ക് നല്ലതായിട്ട് ഗ്രേറ്റ് ചെയ്തെടുക്കണം. ഞാൻ ഇവിടെ ഗ്രേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ചോക്ലേറ്റ് എല്ലാം ഗ്രേറ്റ് ചെയ്ത് വെച്ചു. ഇതിൽ നമുക്ക് ഒരു 8 to 10 ടേബിൾ സ്പൂൺ ഗ്രേറ്റഡ് ചോക്ലേറ്റ് മതിയാവും. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഇതുണ്ടാക്കാൻ വേണ്ടി നമുക്ക് 4 സ്ലൈസ് ബ്രെഡ് വേണം. ഞാനിവിടെ ബ്രൗൺ ബ്രെഡാണ് എടുത്തേക്കുന്നത്. ഇനി നമുക്ക് ഇതിൻ്റെ സൈഡെല്ലാം കട്ട് ചെയ്തെടുക്കാം. അതിനു മുമ്പേ നമുക്ക് ആവശ്യമായിട്ടുള്ള സാധനം ഇച്ചിരി ബട്ടറും അതുപോലെ ഗ്രേറ്റ് ചെയ്ത ചോക്ലേറ്റും ആണ്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ സൈഡെല്ലാം കട്ട് ചെയ്യാം. ഇങ്ങനെ നമുക്ക് നല്ലതായിട്ട് അല്ല സൈഡും കട്ട് ചെയ്തെടുക്കാം. അങ്ങനെ ഞാനിവിടെ 4 ബ്രെഡിൻ്റെയും സൈഡെല്ലാം കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് 2 ബ്രെഡ് എടുക്കാം. ഇതിലേക്ക് ആദ്യം നമുക്ക് ബട്ടർ പുരട്ടി കൊടുക്കണം. രണ്ട് ബ്രെഡ് സ്ലൈസിലും നല്ലതായിട്ട് ബട്ടർ പുരട്ടി കൊടുക്കാം. രണ്ട് ബ്രെഡ് സ്ലൈസിലും നല്ലതായിട്ട് ബട്ടർ പുരട്ടി കഴിഞ്ഞു. ഇനി നമുക്ക് ഗ്രേറ്റഡ് ചോക്ലേറ്റ് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഞാൻ ഒരു ബ്രെഡിൽ 4 ടേബിൾ സ്പൂൺ ഗ്രേറ്റഡ് ചോക്ലേറ്റ് ആണ് ആഡ് ചെയ്യുന്നത്. ഫോർ ടു 5 ടേബിൾ സ്പൂൺ ഗ്രേറ്റഡ് ചോക്ലേറ്റ് ധാരാളമാണ്. ഇതിൽ കുറവ് വേണമെങ്കിൽ നിങ്ങൾക്ക് ആഡ് ചെയ്യാം. കുട്ടികൾക്കൊക്കെ കൊടുക്കുവാണെങ്കിൽ നമുക്ക് ഇത്രയും നല്ലതായിട്ട് ചോക്ലേറ്റ് ആഡ് ചെയ്താൽ അവർക്ക് നന്നായിട്ട് ഇഷ്ടപ്പെടും. കുട്ടികൾക്ക് മാത്രമല്ല വലിയവർക്കും അത് ഇഷ്ടപ്പെടും. അപ്പോൾ ഞാനിവിടെ ഒരു ബ്രെഡിൽ 4 ടേബിൾ സ്പൂൺ വെച്ചാണ് ചോക്ലേറ്റ് ആഡ് ചെയ്യുന്നത്. ഇനി നമുക്കിതിൻ്റെ മുകളിലായിട്ട് അടുത്ത സ്ലൈസ് ബ്രെഡ് വെച്ച് കൊടുക്കാം. 2 ബ്രെഡിൻ്റെ മുകളിലായിട്ടും നമുക്ക് ബ്രെഡ് സ്ലൈസ് വെച്ച് കൊടുക്കാം. ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കണം. ഇനി നമുക്കൊരു തവ ചൂടാക്കാം. അതിൻ്റെ മുകളിലായിട്ട് ബട്ടർ പുരട്ടി കൊടുക്കണം. ബട്ടർ ചൂടാകുമ്പോഴത്തേക്ക് നമുക്ക് നമ്മുടെ സെറ്റ് ചെയ്ത് വെച്ചേക്കുന്ന ബ്രെഡ് വെച്ച് കൊടുക്കാം. ഇനി ഇതൊന്ന് നല്ലതായിട്ട് പ്രസ് ചെയ്ത് കൊടുക്കണം. നമുക്കിനി ബട്ടർ സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ബട്ടർ സ്പ്രെഡ് ചെയ്ത് കഴിഞ്ഞിട്ട് ഇത് നമുക്ക് തിരിച്ചിട്ട് കൊടുക്കണം. അങ്ങനെ 2 സൈഡും ഗോൾഡൻ ബ്രൗൺ കളർ ആവുന്നിടം വരെ നമുക്കിത് ഒന്ന് മൊരിച്ചെടുക്കണം. 2 സൈഡും നല്ല ക്രിസ്പി ആവണം, എന്നാലേ ഇതിന് നല്ല ടേസ്റ്റ് ആവത്തുള്ളൂ. സൈഡ് നല്ല ഗോൾഡൻ ബ്രൗൺ കളർ ആയിട്ടുണ്ട്. അങ്ങനെ 2 സൈഡും നമ്മുടെ ഗോൾഡൻ ബ്രൗൺ ആയി. നമുക്കിനി ഇത് പ്ലേറ്റിലേക്ക് മാറ്റാം. ഇതേ സെയിം പ്രൊസീജിയർ തന്നെ നമുക്ക് അടുത്ത ബ്രെഡും കൂടെ മൊരിച്ചെടുക്കണം. അതിനുവേണ്ടി ഞാൻ ആദ്യം
ബട്ടർ തേച്ചു. ഇനി അതിൻ്റെ മുകളിലായിട്ട് നമുക്ക് ബ്രെഡ് വെച്ച് കൊടുക്കാം. അതൊന്ന് പ്രസ് ചെയ്യണം. ആ സൈഡൊന്ന് മൊരിഞ്ഞ് വരുമ്പോഴത്തേനും നമുക്ക് മറ്റേ സൈഡിലേക്ക് നമുക്കൊന്ന് ബട്ടർ തേച്ച് കൊടുക്കാം. ഇനി നമുക്കൊന്ന് തിരിച്ചിട്ട് കൊടുക്കണം. ഇനി നമുക്കിതൊന്ന് നല്ലതായിട്ട് പ്രസ് ചെയ്യാം. സെയിം പ്രൊസീജിയറാണ്, നല്ലതായിട്ടൊന്ന് പ്രസ് ചെയ്യണം. അങ്ങനെ രണ്ട് സൈഡ് നല്ലതായിട്ട് മൊരിഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റാം. അങ്ങനെ നമ്മുടെ ചോക്ലേറ്റ് സാൻഡ്വിച്ച് റെഡി ആയി കഴിഞ്ഞു. ഇനി നമുക്കിത് കട്ട് ചെയ്തെടുക്കണം. ഇപ്പോൾ കണ്ടോ, നല്ല ക്രിസ്പി ആയിട്ട് വന്നിട്ടുണ്ട്. നമുക്കിത് നല്ലതായിട്ട് കട്ട് ചെയ്തെടുക്കാം. ഏത് ഷേപ്പ് വേണേലും കട്ട് ചെയ്തെടുക്കാം. അങ്ങനെ നമ്മുടെ സാൻഡ്വിച്ച് റെഡി ആയി കഴിഞ്ഞു. ഇത് കണ്ടില്ലേ, നല്ല രസമായിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. കുട്ടികൾക്കൊക്കെ വളരെയധികം ഇഷ്ടപ്പെടും. ഇത് നമുക്ക് കുട്ടികളുടെ ടിഫിൻ ബോക്സിലും കൊടുത്തു വിടാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ്. അപ്പോൾ ഇതെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. അടുത്ത റെസിപ്പി വരെ ബൈ ബൈ, ടേക്ക് കെയർ.